കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും മൊത്തം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് ബസ് കണ്ടക്ടറായിരുന്ന രഞ്ജിഷിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് കുറേയധികം മീഡിയാസൊക്കെ ഓൺലൈനായിട്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുകയും അത് ഇന്ത്യയിലൊക്കെ കുറേയധികം പേര് റിയാക്ട് ചെയ്തൊരു കാര്യം കൂടിയാണ്. ഇതിനെപ്പറ്റി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനം സമയങ്ങളിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ച വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രഞ്ജിഷ് തൻ്റെ വൈഫിനെ കുറിച്ച് പറയുന്ന കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ഇത് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ആരാണ് രഞ്ജിഷ് എന്നും എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഈ രഞ്ജിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബസ് കണ്ടക്ടറൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇടുക്കിയാണ് താമസിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ ഈ ഒരു രഞ്ജിഷ് സ്വയം ജീവനെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷം കഴിച്ചു. അതിനുശേഷം അതിനെ തുടർന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറേ നാൾ ചികിത്സയിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഈ ഒരു രഞ്ജിഷ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇതേ കണക്കൊരു കടുംകൈ ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളത്. ആൾക്കാരെല്ലാം രഞ്ജിഷിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വ്യക്തി എന്നുള്ളതാണ്. ഇത്ര നല്ലൊരു വ്യക്തിയെ അങ്ങനെ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് ഈ ഒരു വ്യക്തിയുടെ ഭാര്യയെക്കുറിച്ച് പറയുന്നത്. ഭാര്യയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിലും പറയുന്നു. സോ കുട്ടിയുണ്ട്, കുട്ടി ഇപ്പം ഭാര്യയുടെ കൂടെയാണ്. കുട്ടി തന്നിൽ നിന്ന് പോയതാണ് തനിക്ക് ഈ ഒരു രഞ്ജിഷിന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുകയും ഇതുപോലെ തീരുമാനം എടുക്കുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രഞ്ജിഷ് കല്യാണം കഴിച്ചു അതിന് ശേഷം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകുന്നതിന് കുട്ടിയൊക്കെ ജനിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഈ ഒരു വൈഫിനെ പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്ത് ജോലിക്ക് വേണ്ടി വിദേശത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഷാർജയിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം കുറച്ച് നാളുകൾ ശേഷം ഈ ഒരു രഞ്ജിഷ് അറിയാനിടയായി. രഞ്ജിഷിൻ്റെ വൈഫായിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ വിദേശത്ത് ആരുമായിട്ട് ഇഷ്ടത്തിലാണ്, അവിടെ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു രഞ്ജിഷ് ഭയങ്കരമായിട്ട് തളർന്നു പോയി, മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നിട്ട് പോലും തൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു ഈ രഞ്ജിഷ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങളോളം ഈ ഒരു രഞ്ജിഷിൻ്റെ കൂടെ തന്നെയാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വൈഫ് വരികയും ഈ ഒരു കുട്ടിയെ തന്നോടൊപ്പം വിടണം, കുട്ടിയുടെ കസ്റ്റഡി എനിക്ക് വേണമെന്നുള്ള രീതിയിൽ രഞ്ജിഷിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രഞ്ജിഷിന് തൻ്റെ കുട്ടിയെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. കുട്ടിക്ക് വേണ്ടിയായിരുന്നു ഈ ഒരു രഞ്ജിഷ് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു വൈഫ് ഉണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നു, കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ അവസാനം കോടതി ഉത്തരവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ ഒരു അമ്മയുടെ കൂടെ പറഞ്ഞയക്കാൻ വേണ്ടിയാണ് കോടതി ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ രഞ്ജിഷിനെ ഭയങ്കരമായിട്ട് വേദനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാനസികമായിട്ട്. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അബദ്ധം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയാണ് ഉള്ളത്. അവരിതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ആ ഒരു മീഡിയസിനൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു രഞ്ജിഷ് മരിച്ചതിന് ശേഷമൊക്കെ ഈ അടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു അടക്കത്തിന് പോലും കുട്ടിയെ ഒരു വൈഫ് വിടാൻ റെഡിയായിരുന്നില്ല. അതും കോടതി വഴിയൊക്കെ പോലീസൊക്കെ വഴിയാണ് ഇതിനെപ്പറ്റി മുമ്പോട്ട് പോവുകയും അവസാനം പോലീസൊക്കെ വഴിയാണ് ആ ഒരു കുട്ടിയെ കുറച്ച് നേരത്തേന് ഈ ഒരു കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ പോലും ഇടത്തില്ല എന്നുള്ള വാശി ഒരു വൈഫിനുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന. അതും ഇന്ത്യയിൽ ഫുൾ ഈ ഒരു വാർത്ത ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആണുങ്ങൾക്ക് നിയമം കൂടെ നിൽക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. കാരണം ഇതുപോലെ ഇത്രയും വർഷം ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഈ ഒരു കാമുകൻ്റെ കൂടെ വിദേശത്ത് കഴിഞ്ഞു. ഭർത്താവാണ് ഈ ഒരു കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഒരു പ്രശ്നമില്ലാതെ ഒരു കുറവ് അറിയിക്കാതാണ് ബസ് കണ്ടക്ടറായിരുന്ന ഈ ഒരു വ്യക്തി തനിക്ക് കിട്ടിയിരുന്ന പൈസ എല്ലാം ഈ ഒരു കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതേ കണക്ക് പെട്ടെന്നുണ്ടെങ്കിൽ കോടതി ഉത്തരവിടുന്നു വൈഫിൻ്റെ കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി. അതെന്ത് നിയമമാണെന്ന് ചോദിച്ചിട്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു രഞ്ജിഷ് തൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചിട്ടുള്ള കുറേയധികം വോയിസ് ക്ലിപ്പും കാര്യങ്ങളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് വൈഫിനെതിരെയൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുണ്ടെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതടക്കം
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ ആ കുട്ടി തന്നെ നിന്നെ തള്ളി പറയും, അച്ഛൻ്റെ സത്യാവസ്ഥ ആ കുട്ടിക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞത് കണക്ക് ആ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ എൻ്റെ വൈഫിനും കുട്ടിക്കും വേണ്ടിയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡ്രസ്സ് എനിക്ക് പോലും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളെ ഉണ്ടെങ്കിൽ കോളേജിൽ വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ ആഗ്രഹമാണ്. ഞാൻ വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ PG പഠിക്കണം എന്ന് പറഞ്ഞ് അതിനും വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അവളെയും ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതേ കണക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആവുന്നത്. ജോലിക്ക് പിന്നെ വിദേശത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് വിദേശത്ത് പോയ സമയത്ത്. ആദ്യ സമയങ്ങളിലൊക്കെ വിളിക്കുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഭയങ്കരമായിട്ട് വിളിക്കുക കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പേരിന് വേണ്ടിയൊന്ന് വിളിക്കുക എന്നുള്ളതല്ലാതെ തന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വിളിക്കുന്ന തന്നെ വളരെ കുറവായിരുന്നു. അതിന് ശേഷം നാട്ടിൽ വരിക, നാട്ടിൽ വന്നപ്പം തന്നെ ഏകദേശം എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടായിരുന്നു അത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ. അതിന് ശേഷം പിന്നെയാണ് മനസ്സിലാവുന്നത് ഈ ഒരു വൈഫ് ഉണ്ടെങ്കിൽ വിദേശത്ത് ഏതോ ഒരു വ്യക്തിയുടെ കൂടെയാണ് ജീവിക്കുന്നത്, റിലേഷനിലാണ് എന്നുള്ള രീതിയിൽ. ഇത് പിടിച്ച സമയത്തുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെടുത്ത് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം പറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് ആ ഒരു വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു. അത് രഞ്ജിഷ് ഉണ്ടെങ്കിൽ ആ ഒരു വോയിസിലൂടെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ഓഡിയോ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എനിക്കുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവളോട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള തീരുമാനമെടുത്ത് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ജീവിക്കാം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവൾക്ക് വേണ്ടിയൊക്കെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തി. പക്ഷെ അവൾ എന്നെ ചതിച്ചു. അവിടെ ഉണ്ടെങ്കിൽ മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ഇനി ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് അവളുടെ പാട്ടിന് വിട്ടേക്കുവാണെന്നുള്ളതും. പക്ഷേ ഈ ഒരു ചതി ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്നുള്ളതാണ് ഈ ഒരു രഞ്ജിഷ് ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ വോയിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു വൈഫിനെയൊക്കെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഒരിക്കലും ദ്രോഹം ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഈ ഒരു വ്യക്തിക്ക് കിട്ടിയത് ദ്രോഹം മാത്രമായിരുന്നു. ആ കുട്ടി അവസാനം വരെ തട്ടിയെടുത്തുകൊണ്ട് പോയി. എങ്കിലും ഇങ്ങനെയൊക്കെ ഒരാളോട് ചെയ്യാൻ പാടുണ്ടോ? കാരണം ഒരിക്കൽ പോലും ആ ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാം നല്ലതേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് താറടിക്കുന്ന രീതിയിൽ, ഭയങ്കരമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം തന്നെ എടുക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടിക്ക് പെരുമാറാൻ സാധിക്കുക എന്ന് പറഞ്ഞത് നമുക്കൊട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും ആ ഒരു വീട്ടുകാർ ഈ ഒരു രഞ്ജിഷിൻ്റെ കുടുംബക്കാരെല്ലാം പറയുന്നത് ഈ ഒരു എൻ്റെ മകന് നീതി കിട്ടണം എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കുറേയധികം വക്കീലൊക്കെ ഈ ഒരു കുടുംബത്തെ പോയി കാണുകയും അവർ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആരാണോ ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത് അവർക്കെല്ലാം പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളൊരു കാര്യമൊക്കെ ആ ഒരു വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറേയധികം വീഡിയോസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യമൊക്കെ പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു ആണുങ്ങൾക്ക് ഇവിടെ നിന്ന് നിയമം ഒരു ബാധകമായിട്ട് ഇല്ല, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ടൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. എല്ലാം പെൺകുട്ടികൾക്കാണോ സപ്പോർട്ടെന്ന് ചോദിച്ച് കുറേയധികം പേര് ഭയങ്കര നിരാശയോടെയൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സ് കമൻ്റായിട്ട് പറയുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.